ഹലോ മൈ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. അപ്പോൾ ഇന്ന് ക്ലാസ് 7 മലയാള പാഠാവലിയിലെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസറൊക്കെയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നൊരു പാരഗ്രാഫ്, ഒരു ഖണ്ഡിക തന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യനും തന്നിട്ട് ആൻസർ ചെയ്താനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അത് നന്നായിട്ട് വായിച്ചിട്ട് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരിക്കും. ഇനി സെക്കൻഡ് വൺ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കാം. ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗത്തിൻ്റെ ആശയം എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. കുറിഞ്ഞിപ്പൂക്കൾ കണ്ട ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് സുഗതകുമാരി. നീലക്കടൽ പോലെ ആടി ഉലഞ്ഞു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ എല്ലാവരും പോകണമെന്ന് ആവശ്യപ്പെടുന്നു. ആ കാഴ്ചയുടെ മനോഹാരിത കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ. പൂക്കളിൽ തേൻ കുടിക്കുന്ന വണ്ടുകളുടെ നിറം നീലക്കറുപ്പായി മാറുന്നത് ഈ പൂക്കളുടെ സാന്നിധ്യം കൊണ്ടാണ്. പുഷ്പോത്സവം തീർന്നാൽ മണ്ണിൽ വിത്തെറിഞ്ഞ് ഒരു 12 കാലം തപസ്സനുഷ്ഠിച്ച് അടുത്ത പൂക്കലിനായി കാതോർത്തിരിക്കുകയാണ്. ഓക്കെ, 12 കാലം എന്ന് വെച്ചാൽ 12 വർഷത്തിലൊരിക്കലാണല്ലോ നീലക്കുറിഞ്ഞ് പൂക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അതുവരെ കാത്തു നിൽക്കുകയാണെന്നാണ് പറയുന്നത്. പ്രകൃതിയെ നശിപ്പിക്കുന്നവർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല. ഇതിനെ ആസ്വദിക്കാനും കാത്തുവെക്കാനും കഴിയുന്ന പുതിയ തലമുറയ്ക്കായി ഈ ദൃശ്യങ്ങൾ കാണാൻ ഭാഗ്യമുണ്ടാവട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടാണ് ലേഖന ഭാഗം അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും എഴുതാം. നെക്സ്റ്റ്, നിങ്ങളുടെ വിദ്യാലയത്തിൽ പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നതിൻ്റെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കാൻ നിങ്ങൾ 6th സ്റ്റാൻഡേർഡിലൊക്കെ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുള്ളൊരു പോസ്റ്ററാണ്. പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഏത് സ്കൂളാണ് ഇത് അവതരിപ്പിക്കുന്നത്, പിന്നെ ഏത് ക്ലബ്ബാണെന്നൊക്കെ പേര് എഴുതാം. പിന്നെ പുഷ്പോത്സവം അല്ലേ, എന്താണ് പുഷ്പോത്സവം, പിന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്ന ആരാണ്, എന്നിട്ട് അവസാനം എഴുതാം ഏവർക്കും സ്വാഗതം അല്ലേ. പിന്നെ ഇത് പൂക്കളുടെ ആയതുകൊണ്ട് പൂക്കളുടെ ചെറിയ ചെറിയ യാത്രാ അനുഭവ കുറിപ്പ് തയ്യാറാക്കാം. വള്ളത്തോൾ നാരായണ മേനോന്റെ ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിതയിൽ മരങ്ങൾ, ചെടികൾ, കണ്ണിന് കുളിരേകുന്ന ഈ കാഴ്ചകൾ ശില്പങ്ങൾ ചായപ്പണി ചെയ്ത പോലെ മനോഹരമാണെന്ന് കവി പറയുന്നു. കടൽ പോലെ കിടക്കുന്ന ആകാശ ദൃശ്യങ്ങൾ പ്രകൃതിക്ക് ചാരുതയേകുന്നു. ഈ കാണാക്കാഴ്ചകൾ തേടി കുന്നുകൾ കയറാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കവിതയാണ് ഒരു ദിനാന്ത സഞ്ചാരം അല്ലേ. ആ കഥയിലൂടെ നമ്മൾ കവിതയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം നിങ്ങൾ സഞ്ചരിച്ച ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ്. ഓക്കെ, യാത്രാനുഭവ കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ പോയ ഏതെങ്കിലും യാത്ര കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്തിട്ട് എഴുതാം അല്ലേ. എന്ന് വെച്ചാൽ കുറച്ച് കൂട്ടി, നമ്മൾ കണ്ടതിനേക്കാളും കുറച്ച് ഭംഗിയൊക്കെ കൂട്ടി നന്നായിട്ട് എഴുതാൻ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ വേനൽ അവധിക്കാലത്ത് കുടുംബത്തോടൊപ്പം നടത്തിയ ഒരു ചെറിയ യാത്ര ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. ആ യാത്രയുടെ മായാചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി. ദൂരസ്ഥലത്തേക്ക് ഒന്നുമല്ലായിരുന്ന നമ്മുടെ യാത്ര 20 കിലോമീറ്റർ അകലെയാണ് അകാലപ്പുഴ. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന പാടങ്ങളും കുളങ്ങളും തോടുകളും എല്ലാം കൊണ്ടും വളരെ പ്രകൃതി രമണീയമാണ് നാട്. പുറക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ എല്ലാ ഭംഗിയും ഇവിടെ നിന്ന് ഓരോ നിമിഷവും ആസ്വദിക്കാം. കെട്ടുവള്ളങ്ങളും കൊതുമ്പു വള്ളങ്ങളും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഹൗസ് ബോട്ടുകളും നിരന്നു കിടക്കുന്ന കാഴ്ച കാണേണ്ടത് തന്നെയാണ്. കൈത്തോടുകളും തുരുത്തുകളും നാട്ടുമീനുകളും നാടൻ വള്ളങ്ങളും ആരും അറിയാത്ത ഒരു സൗന്ദര്യ റാണി കോഴിക്കോടൻ കുട്ടനാട്. നേരെ മുകളിലോട്ട് മൂച്ചക്കുന്ന്, അവിടെ വായോപതാളം എന്ന ഗുഹയുണ്ട്. മൂച്ചുകുന്ന് കോട്ടക്ഷേത്രവും ക്ഷേത്രക്കുളവും കാണേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയായിരുന്നു അത്. ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല. ഇനി അടുത്ത അവധിക്കാലത്ത് ഇനിയും പോകണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾ പോയ ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് നല്ല വർണ്ണ സ്മയത്തോടെ എഴുതാം. നെക്സ്റ്റ്, ഈ പോക്കുവെയിലേൽക്കുകയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നു കുന്നിതേറ്റം. സൂര്യപ്രകാശം കുന്നിലേൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്? കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം, സൂര്യകിരണങ്ങൾ ഇലകൾക്കിടയിലൂടെ പതിക്കുമ്പോൾ മണ്ണ് ചുവന്നു തുടിക്കുന്നു. പുല്ലുകളിലും പൂക്കളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞു തുണികളിൽ സൂര്യരശ്മി പതിക്കുമ്പോൾ ഒരു കിരീടം പോലെ ജ്വലിച്ചു നിൽക്കുന്നു. എന്ന് വെച്ചാൽ സൂര്യപ്രകാശം ആദ്യം പതിക്കുന്നത് കുന്നുകളിലായിരിക്കും അല്ലേ. അപ്പോൾ മരങ്ങൾക്കിടയിലൂടെ അവയുടെ ആദ്യ രശ്മികൾ പതിക്കുമ്പോൾ, മരങ്ങൾ തൻ പച്ചിലകൾക്കിടയിലൂടെ പുല്ലിൽ പതിക്കുമ്പോൾ, പുഷ്പങ്ങളിൽ പതിക്കുമ്പോൾ ഓരോ കാഴ്ചയും മനോഹരമാകുന്നു എന്നാണ് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഒരു ദിനാന്ത സഞ്ചാരവും ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം, ഇവ രണ്ടും നിങ്ങൾ പഠിച്ചുവല്ലോ. ഇതുപോലെ നല്ലൊരു കാഴ്ച കണ്ട ദിവസത്തെ കുന്നിൻ്റെയോ കാടിൻ്റെയോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അന്നത്തെ ദിവസത്തെ ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറി കുറിപ്പ് എന്ന് വെച്ചാൽ എന്താണ് അറിയാമല്ലോ അല്ലേ. നമ്മൾ കണ്ട ഒരു ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ച എഴുതാനാണ്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്ത് കൊടുക്കണം? അതിന് മുകളിലായിട്ട് അന്നത്തെ ഡേറ്റും പിന്നെ ഡേയും കൊടുക്കണം അല്ലേ. എന്നിട്ട് ഇന്നലെ ഞങ്ങൾ പോയതെന്ന് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ കുടുംബം മുഴുവനും ഊട്ടിയിലേക്കുള്ള ഒരു യാത്ര പോയതിൻ്റെ അവിടുത്തെ മനോഹര പ്രകൃതി ദൃശ്യങ്ങളൊക്കെയുള്ള ഒരു കുറിപ്പാണ്. ഓക്കെ, ഡയറി കുറിപ്പാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വായിച്ച് ഇതേപോലെയുള്ള ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുമ്പോൾ എന്താണ് ചോദിക്കുന്നറിയില്ല, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡയറി കുറിപ്പ് തയ്യാറാക്കാം. ഓക്കെ, അടുത്തതായി കഥാപാത്ര നിരൂപണം. പിക്ലു. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മനസ്സിലെ കിളി എന്ന കഥയിലെ പിക്ലു എന്ന ക്യാരക്ടർ അല്ലേ. അപ്പോൾ അവിടെ കുറച്ച് ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷി മൃഗാദികളോട് സ്നേഹം, സൂക്ഷ്മ നിരീക്ഷണ പാടവം, ജീവജാലങ്ങളെ ഉപദ്രവിക്കുന്നതിനോടും കൂട്ടിലയിക്കുന്നതിനോടും എതിർപ്പ്. ഓക്കെ, അപ്പോൾ നോക്കാം. മനസ്സിലെ കിളി എന്ന പാഠഭാഗത്തെ പിക്ലുവിനെ ഓർമ്മയിലെ തന്നിരിക്കുന്ന സൂചനകളോടും മറ്റു വിവരങ്ങളും കൂടി ഉൾപ്പെടുത്തി ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. വിമലേന്ദ്ര ചക്രവർത്തി എഴുതിയ മനസ്സിലെ കിളി എന്ന കുട്ടിക്കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിക്ലു. പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണവൻ. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളോടും വളരെ സ്നേഹത്തോടെ അതിരട്ട കാരുണ്യത്തോടെ പെരുമാറുന്ന കുട്ടി എന്ന നിലയിൽ പിക്ലു വലിയവനായി തീരുന്നു ഇവിടെ. കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് പിക്ലു. 4 അംഗ കുടുംബത്തിലെ ഇളയപുത്രൻ. അവന് സന്തോഷമാകണമെങ്കിൽ രാവിലെ എണീറ്റ ഉടനെ പക്ഷികളുടെ ശബ്ദം കേൾക്കണം. അതിനായി രാവിലെ പൂന്തോട്ടത്തിൽ ഉലാത്തും അവൻ. കിളികളെ പിടിച്ചുകൊണ്ടുവന്ന് കൂട്ടിലടച്ചതിന് തൻ്റെ ചേട്ടനായ ടോട്ടനോട് തർക്കിക്കുന്നുണ്ടവൻ. തൻ്റെ രോഷം മുഴുവനും ചേട്ടനോട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവൻ. ഇതിലൂടെ കിളികളോടുള്ള ഇഷ്ടം പ്രഖ്യാപിക്കുകയാണ് പിക്ലു. മനുഷ്യർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമെല്ലാം കിളികൾക്കുമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് മനസ്സിലെ കിളി എന്ന കഥയിലെ പിക്ലു. ഈ കഥയിലെ ഏറ്റവും മികച്ച കഥാപാത്രം തന്നെയാണ് പിക്ലു. പ്രകൃതി സ്നേഹവും സ്വാതന്ത്ര്യബോധവും അവൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടിയിൽ നിന്ന് കാണാനാവുന്നത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്നു. ആ ബോധ്യം മറ്റുള്ളവരിലേക്കും പകരാൻ നമുക്ക് കഴിയണം അല്ലേ. ഏതൊരു ജീവജാലങ്ങൾക്കും ഏറ്റവും അത്യാവശ്യമായിട്ട് ആഗ്രഹിക്കുന്നതാണ് സ്വാതന്ത്ര്യമാണ് അല്ലേ. അപ്പോൾ അത് പിക്ലു നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ പൂമരക്കൊമ്പ് എന്ന പദം വികസിപ്പിച്ചാൽ, ഓക്കെ, പൂമരക്കൊമ്പ് എന്ന പദം വികസിപ്പിച്ചാൽ എന്താവും? പൂമരത്തിലെ കൊമ്പ്, പൂമരത്തിൻ്റെ കൊമ്പ്, കൊമ്പുകളുള്ള പൂമരം, പൂമരമാകുന്ന കൊമ്പ്. എന്ത് വരും ആൻസർ? പൂമരക്കൊമ്പ് എന്ന് വെച്ചാൽ പൂമരത്തിൻ്റെ കൊമ്പ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നന്നായിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സായിട്ട് വീണ്ടും എത്താം. ടിൽ ദെൻ ബൈ.